പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പാഴും ശൂന്യമായി തീർന്നത്? ലൂസിഫർ, മാലാഖമാരുടെ ഗണത്തിൽപ്പെട്ട ഒരു മാലാഖ വൃന്ദമായിരുന്നു ലൂസിഫർ. ലൂസിഫർ ആഗ്രഹിച്ചു, എനിക്ക് ദൈവത്തെ പോലെ ആകണം, ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് എത്തണം എന്നെല്ലാം ലൂസിഫർ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ ഈ മാലാഖമാരുടെ ഗണം സാത്താൻ്റെ സൈന്യമായി ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അനേകം കാര്യങ്ങൾ പ്രശംസിക്കാനുണ്ട്, അനേകം വിഷയങ്ങളിൽ നമുക്ക് പുകയാനുണ്ട്. എന്നാൽ അതിലെല്ലാം നാം പ്രശംസിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസത്തിൽ, നാം ആയിരിക്കുന്ന ജോലിയിൽ, നമ്മുടെ സ്ഥലത്ത്, നാം ആയിരിക്കുന്ന ഭവനത്തിൽ എല്ലാം നമുക്ക് പ്രശംസിപ്പാൻ അനേകം കാര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ നാം അവിടെയെല്ലാം പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് പകരം താഴ്മയുടെ, എളിമയുടെ, ഇതെല്ലാം ദൈവം തന്നത് എന്നുള്ള എളിമയോടെ നിൽക്കുകയാണ് നാം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ സൈന്യം ഭൂമിയിലേക്ക് പതിഞ്ഞപ്പോൾ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരുമ്പോൾ അവിടെ പാഴും ശൂന്യമായി തീരുന്ന അനേക അവസരങ്ങളുണ്ടായിരിക്കും. അവിടെ സ്നേഹത്തിന് ക്ഷാമമുണ്ടായിരിക്കും, അവിടെ അസമാധാനമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, പാഴും ശൂന്യമായി തീരുന്ന അനേകം അവസരങ്ങൾ, അവിടെ കുശുമ്പ്, ദുഷ്ടത, പിറുപിറുപ്പ്, അസൂയ എല്ലാം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് അസൂയുണ്ടോ? പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? കുശുമ്പുണ്ടോ? എന്നാൽ അവിടെ പിശാച് എന്ന അവകാശമുണ്ട്. പാഴും ശൂന്യമായി തീരുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരികയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, തുടർന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം സൃഷ്ടി ആരംഭിക്കുകയാണ്. കുശവൻ കളിമണ്ണ് മെനഞ്ഞ് പുതിയ ഉടഞ്ഞുപോയ പാത്രം ഉടഞ്ഞു പോയതാണെങ്കിലും വീണ്ടും കുശവൻ അതിനെ എടുത്ത് രൂപാന്തരപ്പെടുത്തി പുതിയ നല്ല പാത്രമാക്കുന്ന പോലെ നമ്മളെയും നിത്യനായ ദൈവം രൂപപ്പെടുത്താൻ ശക്തനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പുതിയ ജീവിതം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു.